എൻ്റെ കുഞ്ഞ് വീണ് പോയി. അയ്യോ ഉറങ്ങി എണീറ്റ ലാലാടാൻ വേണ്ടിയിട്ട്. കർട്ടൻ ഓപ്പൺ വാവാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വാ, ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലേ വാവാ? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ വാവാ. ഓക്കെ. അങ്ങനെ നിങ്ങൾ കണ്ടതുമൊക്കെ പോലെയൊക്കെയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. സിയയാണ് എന്നെ വിളിച്ച് എണീപ്പിക്കാറ്. അവള് കൂടുതൽ എന്നെ പേര് രന്യ എന്നാണ് വിളിക്കുന്നത്. ഋഷി വിളിക്കുന്നത് കണ്ട് അതുപോലെ രന്യ എന്ന് വിളിച്ച് അങ്ങനെ ശീലം. അവൾക്ക് തോന്നുമ്പോൾ മാത്രമേ അവളെ അമ്മ എന്ന് വിളിക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം ഇറങ്ങി എണീറ്റപ്പോൾ അവിടെ കുറച്ച് വെളിച്ചമൊക്കെ വരാൻ വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്തിടും. വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് പുറത്ത് കാണാൻ വേണ്ടി മാത്രം വലിയ കാഴ്ചയൊന്നുമില്ല, റോഡും ബിൽഡിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് 2 ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. 2 മണി പ്ലാന്റും ചെറിയൊരു പനിക്കൂർക്ക പുതിയതായിട്ട് വന്നതേ ഉള്ളൂ വീട്ടിലേക്ക്. ഞാൻ വേറൊരു ഫ്ലാറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്. ആക്ച്വലി ഇതിന് വേരൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വേര് വരാനായിട്ട് വെള്ളത്തിലിട്ടിച്ച് 2 ദിവസമായി. ഇന്ന് ചെറുതായിട്ടൊരു വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്കെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ദിവസം ഞാൻ അതിനെടുത്തിട്ട് വിൻഡോൻ്റെ സൈഡിലേക്ക് കൊണ്ടുവെക്കും വെയിൽ കിട്ടാൻ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. സിയുവിന് രാവിലെ ഉറങ്ങിയിട്ട് പടം എപ്പോഴും അപ്പിടണം. അപ്പോൾ ഞാൻ അവളെ ഒന്ന് പോട്ടിൽ ഇരുത്തിക്കട്ടെ. അങ്ങനെ സിയു അപ്പിടുന്ന ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബ്രഷ് ചെയ്യും, ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ തുടങ്ങും. അല്ലെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് രന്യാന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവൾ കണ്ടുകൊണ്ടിരിക്കണം അവൾക്ക് തന്നെ. അപ്പോൾ ആ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരും. പിന്നെ ബ്രഷ് ചെയ്യുന്നതൊന്നും ഫേസ് വാഷ് ചെയ്യുന്നതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. എല്ലാവരുടെ ഒരു വീഡിയോയിലും കണ്ടുവരുന്ന കാര്യമില്ല, അത് ഞാൻ സ്പെഷ്യലായിട്ട് കാണിക്കുന്നില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിരിയും സങ്കടം ഒരുമിച്ചുണ്ട്. കാരണം നല്ലൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ എനിക്ക് ഈ ഒരു വീഡിയോ മുഴുപ്പിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ സ്റ്റോറേജ് സ്പേസ് ചതിച്ചു. എനിക്ക് വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ചേച്ചിയുടെ മോനും ഋഷിയും വന്ന് അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി. അവരവിടെ കളിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ മെമ്മറിയൊക്കെ എനിക്ക് ക്ലിയർ ആക്കി സ്പേസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതേപോലെ എന്നും ഓരോരോ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വേണം ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ എൻ്റെ ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദോശയും സാമ്പാറും. അങ്ങനെ ചേച്ചി ക്യാമറ ഉള്ളത് അറിയാതെ അവൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ഓരോരോ കത്തിയും വെച്ചുകൊണ്ട് നാട്ടുവർത്താനം വീട്ടുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ദോശ ഉണ്ടാക്കുകയാണ്. അതിന് ശേഷം സിയുനും ഋഷിക്കും ഓരോരോ ദോശ കൊടുത്തു. കഴിക്കുകയൊന്നുമില്ല, വെറുതെ പേരിന് കൊടുക്കുക. 2 പ്രാവശ്യം വായിലിട്ട് കളിക്കും. പിന്നെ അവിടെ വെച്ചിട്ട് കുറുക്ക് കൊടുക്കും ഞാൻ. ഹായ് പറ. ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പറഞ്ഞേ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും. നേരെ ക്യാമറ നോക്കിട്ട് പറ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണം പറ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഋഷി പറഞ്ഞ പോലെ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഷിയും പറ. ലൈക്ക് ഷെയർ. ഋഷി കളിച്ചു.
ഇവരുടെ വെറൈറ്റി ഓഫ് കളിയാണ് ഇത്. ഇങ്ങനെയൊക്കെ കളിക്കും ഇവർ രണ്ടാൾ, കുരുത്തക്കേടും കളിക്കും അതിൻ്റെ ഗ്യാപ്പിൽ. അപ്പോൾ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ളും ടോയ്സ് ആയിരിക്കും, നിരത്തി ഇടണം രണ്ടാൾക്ക് ടോയ്സ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിന് അപ്പുറം ഈ വീഡിയോ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് വരെ മാത്രമേ ഉള്ളൂ. ക്യാപ്ഷനിൽ കണ്ട പോലെ എനിക്ക് മെമ്മറി സ്പേസ് ഇല്ലാത്ത കാരണം വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. സാരമില്ല, വിഷമമുണ്ട്. എന്നാലും ഇനിയും മെമ്മറി സ്പേസ് ആക്കിയതിന് ശേഷം നല്ല നല്ല ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ടാറ്റാ. ഋഷിനാക്ക് ഋഷിനെ മാത്രമാക്കുന്നു. ഋഷി